യേശുവിൻ്റെ കൂട്ടായ്മയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നത്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടിയായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏത് പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ മാത്രം മതി, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ അടുക്കൽ സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ ദൈവകരുണയാലല്ലാതെ ദൈവകൃപയാലല്ലാതെ എനിക്ക് ഈ വിപത്തിൽ നിന്നും കരകയറാൻ പറ്റില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. നിനക്കിപ്പോൾ എന്താണോ ഉള്ളത് അത് വിസ്തൃതമാക്കി സമൃദ്ധമാക്കി ദൈവം തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് ദുഃഖത്തിലും ഏത് പ്രതിസന്ധിയിലും ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് തോന്നുമ്പോഴും ഉറക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ. എപ്പോഴും ഓർത്തിരിക്കുക, നീ ഏതവസ്ഥയിലാണേലും ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ആ ഈശോ നിനക്കായി കാത്തിരിക്കുന്നു. ആ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.